നന്നായി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും അടിപൊളിയാണ്. ഞാൻ അങ്ങനെ പാചകം ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്ക് ചിലത് ഉണ്ടാക്കാൻ തോന്നും. അതാരും കഴിച്ച അഭിപ്രായം ഒന്നും പറയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുന്ന കാര്യം. ഇന്നിപ്പോ കേസരി ഉണ്ടാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഉണ്ടായി വരുമ്പോ അറിയാം എന്താവുമെന്ന്. രാവിലെ അമ്മ കേസരി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പിടിച്ചു മേടിച്ച അവസരമാണിത്. എനിവേ, ഇത് എന്റെ റെസിപ്പി ഒന്നും അല്ല. ഞാൻ ഒറ്റയ്ക്ക് കുക്കിംഗ് തുടങ്ങിയ കാലം തൊട്ട് എന്റെ ഗുരു ഷാൻജിയോ ചേട്ടനാണ്. ആളുടെ റെസിപ്പി എന്റെ കണക്ക് ചേർത്ത് തട്ടിക്കൂട്ടിയ ഒരു ഐറ്റമാണിത്. ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ നെയ്യിലാണ് ഞാൻ വറുത്തു കോരിയത്. അമ്മ നല്ല ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്ന ആളാണേ. അതിന്റെ ധാരാളത്തെ കേസരി മുഴുവനും കാണാനുണ്ട്. എന്നിട്ട് ഈ നട്ട്സ് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. ഓൾറെഡി വറുത്ത റവ വീണ്ടും നെയ്യിലിട്ട് വഴട്ടുക. പാത്രം ഒരുപാട് കഴുകാനുള്ള മടി കൊണ്ട് സെയിം ചട്ടിയിൽ തന്നെ റവ എടുത്ത അളവ് പാത്രത്തിൽ റവയേക്കാൾ സ്വല്പം കൂടുതൽ വെള്ളം എടുക്കുക. തിള വരുമ്പോൾ ലേശം ഏലക്ക ഇടുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ ടൈമിൽ നമ്മുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അതല്ലെങ്കിൽ കുങ്കുമപ്പൂ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിനകത്ത് ചേർക്കാം. ഒരു യെല്ലോ കളർ കിട്ടും. അപ്പോൾ അതിനുശേഷം ഈ വറുത്ത റവ ഇതിലേക്ക് ഇട്ട് ഇളക്കുക. നെയ്യ് സ്വല്പം തോനെ ചേർക്കുക. പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർക്കുക. വീണ്ടും കട്ടിയാവുന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക. ഇളക്കൽ മെയിൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേസരി തയ്യാറായിട്ടുണ്ട്. എനിക്കിഷ്ടായി, കുഞ്ഞാവയ്ക്കും ഇഷ്ടമായി എന്നൊക്കെ തോന്നുന്നു. അപ്പൊ ബൈ.